ഓക്കെ. ജൂൺ 14 ഫസ്റ്റ് സെഷൻ. ഉച്ചക്ക് 12 മണിയായി. 15 മിനിറ്റിൻ്റെ സെഷനാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ടൈമർ ഓൺ ആക്കട്ടെ. 15 മിനിറ്റിൻ്റെ ഒരു ടൈമർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമറിൽ അലാറം അടിച്ച് കഴിയുമ്പോൾ ട്രേഡ് നിർത്തും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്തൊരു സപ്പോർട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതിന് മുന്നേയുള്ള ക്യാൻഡിൽസ് സ്ട്രോങ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു സപ്പോർട്ട്, സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് സപ്പോർട്ടാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടേക്ക് വീണ്ടും വന്ന് സെല് ചെയ്യാം. രണ്ടെണ്ണം എടുത്തു.
ഓക്കെ, നമ്മൾ എൻട്രി എടുക്കാൻ കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സപ്പോർട്ടിൽ ടച്ച് ചെയ്യാൻ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഇൻവേർട്ടർ ഹാമർ വിത്ത് ലോങ് വിക്ക്. അപ്പോൾ ഈ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തത്. ഒരു ട്രേഡ് സാധനം എടുക്കാറ്, പക്ഷേ എന്തോ ഷോർട്ടൊന്നും അങ്ങനെ തോന്നിയതുകൊണ്ട് മൾട്ടിപ്പിൾ എൻട്രി നടത്തിയതാണ്. കുറച്ചുകൂടി മുകളിലോട്ട് അത് ആ ക്യാൻഡിൽ പോയി വിക്ക് ക്രിയേറ്റ് ചെയ്തെങ്കിൽ സെല്ലെടുക്കാമായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇത് ഇവിടെ ബയേഴ്സ് ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ മേളിലോട്ട് പോകേണ്ടതായിരുന്നു, പക്ഷെ മേളിലോട്ട് പോയിട്ടില്ല. സോ ഐ തിങ്ക് ക്യാൻഡിൽസ് താഴേക്ക് വരാനാണ് ചാൻസ്. ഓക്കെ, നമുക്ക് ട്രേഡ് എടുക്കണ്ട, ജസ്റ്റ് അനാലിസിസ് നടത്തിക്കാം, ചെക്ക് ചെയ്യാമല്ലോ. ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരക്കാം. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരും. ജസ്റ്റ് അങ്ങനെ അവിടെ എടുക്കാൻ കാരണം ഒരു സപ്പോർട്ടുണ്ട്, കണ്ട സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തത്. റിസ്ക്കിയാണ് ആക്ച്വലി. ഇനി ഒരു ട്രേഡും കൂടി വേണമെങ്കിൽ എടുക്കണമെന്നൊക്കെ തോന്നി കുറച്ച് മേളിലോട്ട് അത് ക്യാൻഡിൽ പോയപ്പോഴേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മളുടെ അനാലിസിസ് പ്രകാരം അത് ബ്രേക്ക് ചെയ്തു. ഞാൻ മൊബൈലിൽ നിന്നാണ് കേട്ടോ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് എവിടെയെന്ന് വെച്ചാൽ കംഫോർട്ടായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ചില സമയത്ത് നടന്ന് ട്രേഡ് ചെയ്യും. ഓക്കെ, പ്രോഫിറ്റായി. അനാലിസിസ് നല്ലതായിരുന്നു, പക്ഷേ നമ്മളെ എൻ്റർ ചെയ്ത സമയത്ത് കുറച്ച് മുകളിലോട്ട് പോയല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ മേ ബി അത് റോങ് എൻട്രി ആവാം, ചിലപ്പോൾ ഒരു ഫേക്ക് ക്യാൻഡിൽ വരാം ഈ ഭാഗത്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി. ഒരു ഗ്രീൻ ക്യാൻഡിലൊക്കെ ചിലപ്പോൾ മേളിലോട്ട് വന്നേരത്ത് നമ്മൾ വീണ്ടും മൾട്ടിപ്പിൾ എൻട്രീസ് എടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുക നമ്മൾ എത്ര ട്രേഡ് എടുക്കുമെന്നൊക്കെ ഉള്ളത്. ഒരു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത്, മോർ ദാൻ ലുക്കിംഗ് ഇൻ ടു അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ട്രേഡാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രേഡ് എടുക്കുക. അത് ട്രേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ട്രേഡിന് അഗെയിൻസ്റ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിവഞ്ച് ആക്റ്റീവായി മൾട്ടിപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് എനിക്ക് തന്നെ പലപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളെ ഇടയ്ക്ക് നമ്മളുടെ ഫോക്കസ് വിട്ട് നമ്മളുടെ റിവഞ്ചൊക്കെ ആക്റ്റീവ് ആവും. ഇതിപ്പോൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാലും ശരി, ഒരു ക്യാൻഡിൽ അടുത്തത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഫേക്ക് ക്യാൻഡിലാവാം. ഓൾറെഡി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. പറഞ്ഞില്ലേ, ഇവിടെ ഇത് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോകാമായിരുന്നു, പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഇത് സെല്ലിങ് വരും മിക്കവാറും. അല്ല, എനിക്ക് സെല്ലിങ് വരുമെന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നത്. ഇത് സപ്പോർട്ടുണ്ട്.
5 മിനിറ്റ് കൂടിയാണ് ഈ സെഷൻ ഉള്ളത്. ഇവിടെ ഒരു സപ്പോർട്ട്, ആ സപ്പോർട്ടിൽ വന്നിട്ട് ടച്ച് ചെയ്തു, അതുകൊണ്ടത് മേളിലോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ 2 സപ്പോർട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാനിവിടെ ബൈ ചെയ്തതാണ്. കുറച്ചുകൂടി താഴേക്ക് വന്നു വെച്ചാൽ ബൈ ചെയ്തതാണ്. പക്ഷെ അത് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സപ്പോർട്ടിൽ വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1-2 ക്യാൻഡിൽ മേളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ സീനറി. റീടച്ചാണത്. ഇനി വീണ്ടും വന്നിട്ട് തൊട്ടടുത്ത് തന്നെ റീടച്ച് ചെയ്താൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. എന്താ റെസിസ്റ്റൻസ് അവിടെ വെച്ചാൽ ഇവിടെയാണുള്ള റെസിസ്റ്റൻസ്. നമ്മളെപ്പോഴും റീസെൻ്റായിട്ടുള്ള റെസിസ്റ്റൻസ് നോക്കിയാൽ മതി. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത ട്രേഡ് അത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ സ്ട്രോങ് ബയേഴ്സ് ആയതുകൊണ്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് ഒന്ന് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ താഴെ ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് മേളിലോട്ട് പോകുന്നില്ല, അവിടെ തന്നെ ഒന്ന് കളിക്കണം. 1 മിനിറ്റ് ഗ്രാഫ് ആണെന്നിട്ടും ഇവിടെ നിലവിൽ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ എല്ലാ ക്യാൻഡിൽസിനും വിക്ക് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. നേരത്തെ പറഞ്ഞല്ലേ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുമോ. അതന്നെ കുറച്ചുകൂടി നേരത്തെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ആ ട്രേഡ് എടുത്താണ്. ലേറ്റ് എൻട്രി എപ്പോഴും ഒഴിവാക്കുക. പതുക്കെ ഇവിടെ ഒരു ബുള്ളിങ് പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി നമ്മൾ അനാലിസിസ് ചെയ്തതനുസരിച്ച് ക്യാൻഡിൽസ് വന്നിരുന്നു. ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, താഴേക്ക് വന്നു. ഓക്കെ, ഇവിടെ പക്ഷെ നമ്മൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി ഷോട്ടിന് വേണ്ടി നിന്നാണ്. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെഷനിൽ കാണാം. നമ്മൾ ഈ സെഷനിൽ 1, 2, 3 ട്രേഡ് എടുത്തത്, അത് 3 പ്രോഫിറ്റായി. ഗുഡ്. ഇവിടെ ആണെങ്കിൽ സെല്ല് ചെയ്യാം, പക്ഷെ നമുക്ക് ലാസ്റ്റ് സെക്കൻഡിൽ പോയി ചെയ്യണ്ട, വിട്ടേക്കാം. ഇവിടെ അതിൽ ഇത്തിരി
ടൈം കഴിഞ്ഞാണ് ഇത് ക്യാൻഡിലുണ്ടല്ലോ, ആ ഗ്രീൻ ക്യാൻഡിൽ അത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതായത് മേളിലോട്ട് പോയിട്ട് ബയേഴ്സ് ഉണ്ടെന്ന് കാണിച്ച് അപ്പോൾ കുറേ പേര് ബൈ ചെയ്യുമല്ലോ, ബൈ ചെയ്ത് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് ഇപ്പോൾ കാണുന്നത്. ബൈ ചെയ്തവരെല്ലാം ലോസായി. ഇപ്പോൾ ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങും. മേ ബി കുറച്ച് മേളിലോട്ട് പോകും. മേ ബി ഒരു ഫേക്ക് ക്യാൻഡിൽ മേളിലോട്ട് വരാം അടുത്തത്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. നല്ല ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അടുത്ത സെഷനിൽ കാണാം.